ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം ഇന്ന് എൻ്റെ അനിയത്തിയുടെ പിറന്നാളാണ്. ഇന്നത്തെ പിറന്നാൾ ആഘോഷം ആയിട്ട് ഇന്നൊന്നുമില്ല. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ. പിന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാനൊന്ന് ചെറുതായിട്ട് വൈനാക്ട് മാർട്ടും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇതൊക്കെയാണുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഉള്ളത് കീഴിൽ റാത്ത് ഹൗസിൻ്റെ അടുത്താണ്. റാത്ത് ഹൗസിൻ്റെ അടുത്തുള്ള ക്രിസ്മസ് മാർക്കറ്റിൻ്റെ അടുത്താണ്. എനിക്കെന്തോ മടിയാവുന്നുണ്ട് ഇങ്ങനെ പബ്ലിക്കലി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് ഇവിടെ, പക്ഷേ കുഴപ്പമില്ല. രാത്രിയാകുമ്പോൾ ആരും അങ്ങനെ മൈൻഡ് ആക്കുകയൊന്നുമില്ല. ഞാൻ കരുതി ഒന്ന് പുറത്തിറങ്ങി ഒന്ന് വീഡിയോ എടുക്കാമെന്ന്. പക്ഷേ ഇരുട്ട് ഇതുവരെ വന്നിട്ടില്ല. സാധാരണ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരുട്ട് വരുന്നതാണ്, പക്ഷെ ഇതുവരെ ഇന്ന് വന്നില്ല. ഞാൻ പുറത്തിറങ്ങിയതുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. എല്ലാവർക്കും അറിയാം, ഇന്ന് എൻ്റെ അനിയത്തിയുടെ പിറന്നാളായിരുന്നു. ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് എനിക്ക് വിഷസ് അയച്ചു, ഒരുപാട് നന്ദി. ഹായ്. Ich heiße Michael. Ich komme aus der Ukraine. Ich wohne in meiner Stadt Kharkiv. Ich jetzt brauche 2 Euro Essen für... Eigentlich habe ich keine Bargeld mit. Entschuldigung. ഇപ്പോൾ ആ പോയ ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് 2 യൂറോ ചോദിച്ച്. നമ്മൾക്ക് ഇവിടെ ഉള്ളവർക്കറിയാം, എപ്പോഴും ഇങ്ങനെ ആൾക്കാർ വരും പൈസയ്ക്ക് വേണ്ടിയിട്ട് ചോദിച്ചുകൊണ്ട്. അതിനകത്ത് ഒരു 50% ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ അറിയാൻ പാടില്ല കൊടുക്കണോ വേണ്ടോ എന്ന്. ഞാൻ എപ്പോഴും ഇങ്ങനെ ആദ്യമൊക്കെ ഇങ്ങനെ കൊടുക്കുമായിരുന്നു കേട്ടോ, പക്ഷേ ഇപ്പം എനിക്ക് മടിയാണ്. കാരണം എല്ലാവരും ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ സ്വയം ഉണ്ടോ എന്ന്, മീൻസ് 2 യൂറോ തരുമോ എന്ന്. അപ്പം നമുക്ക് എപ്പോഴും ഇങ്ങനെ കൊടുക്കാനാവില്ലല്ലോ. പിന്നെ ഇയാളെ കണ്ടിട്ടും എനിക്ക് അങ്ങനെ അത്രയും പൂവറാണ്, അതൊക്കെ പണിക്ക് പോക്കൂടെ അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ പുറത്തിറങ്ങിയേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് എൻ്റെ അനിയത്തിയുടെ പിറന്നാളായിരുന്നു. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഞാൻ അവൾക്ക് എന്താ പറയുക, ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ ഓൺലൈനായിട്ട് ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കാൻ പറ്റില്ലേ, അങ്ങനെ ഞാൻ അവൾക്ക് ഗിഫ്റ്റ് ഹാമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പൊതുവെ ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരു സർപ്രൈസ് ചെയ്യും. കാരണം അവളുടെ പിറന്നാൾ ഞാൻ അങ്ങനെ ഒരുമിച്ച് ഉണ്ടായിട്ടില്ല. മിക്ക പിറന്നാളിലും ഞങ്ങൾ ദൂരെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഗിഫ്റ്റ് ഹാമ്പർ കൊടുത്തു. അപ്പോൾ ഞാനത് അവൾക്ക് അങ്ങനെ ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങളെനിക്ക് കാണാം. ഹാപ്പി ബർത്ത്ഡേ. ചേച്ചി തന്നെ എനിക്ക് ഹാമ്പർ ചെയ്യാനായിട്ട് തന്നായിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഗിഫ്റ്റ് കിട്ടിയിട്ടും വലിയ സന്തോഷമൊന്നുമില്ലല്ലോ എന്ന്. അങ്ങനെ കരുതണ്ട കേട്ടോ. അവൾ അങ്ങനെ എക്സ്പ്രസീവായിട്ടുള്ള ആളൊന്നുമല്ല. അതിപ്പോൾ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അങ്ങനെ വലുതായിട്ടൊന്നും അവൾ അങ്ങനെ കാണിക്കത്തില്ല. പക്ഷേ അവൾക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ അവളാണെങ്കിൽ തലേദിവസം ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചിട്ട് അവൾ ഈ എക്സാം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. അതൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു പടുവാണ്. പക്ഷേ കിട്ടിക്കഴിഞ്ഞ് അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവളതെല്ലാം ഓപ്പൺ ചെയ്തു, ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ പറയുകയാണ്, എനിക്ക് ഹാമ്പർ ചെയ്ത് തന്ന ആൾക്ക് ഒരുപാട് സന്തോഷം. ഞാൻ അവരുടെ അക്കൗണ്ട് ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. സൂപ്പറായിട്ട് അവരെല്ലാം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അവൾ ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. ഇനി നമുക്ക് ക്രിസ്മസ് മാർക്കറ്റിൽ പോയിട്ട് ഉള്ള വിശേഷങ്ങൾ കാണാം. അവിടെ മാർക്കറ്റ് ഓപ്പണായി ഇങ്ങനെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ ചില്ലിൻ്റെ അതിൽ കൂടെ ഇങ്ങനെ ഈ പുൽക്കൂട് ഫോട്ടോ എടുക്കുന്ന എന്നിട്ട് അമ്മച്ചി എന്നോട് പറഞ്ഞു, ഇത് ഇങ്ങനെ ഉള്ളിൽ കൂടെ കയറി ഫോട്ടോ എടുത്തു, അതിലായിരിക്കും നല്ല ഭംഗിയെന്ന്. ക്യാൻഡിലൊക്കെ വെച്ചിട്ടുണ്ട്.
പക്ഷെ നമ്മൾ തന്നെ ഇങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ ട്രൈ ചെയ്യൽ എനിക്കൊരു ഇച്ചിരി എന്താ പോലെ. പക്ഷെ കുഴപ്പമില്ല, നമ്മളത് ശീലിക്കണമല്ലോ. ഇവരിങ്ങനെ മരത്തിലൊക്കെ ഫുള്ളായിട്ടിങ്ങനെ ഡെക്കറേഷൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ ഫുള്ളിങ്ങനെ അറേഞ്ച് ചെയ്തതിനകത്ത് ഇട്ടിരിക്കുന്നത് ഫുള്ള് ഈ മരത്തിൻ്റെ തടിയാണ്. കാണാനൊക്കെ നല്ല രസമുണ്ട്, പക്ഷെ പന്ന ഒരു രസമില്ല. അടുത്തോട്ട് ഇനി ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരണം. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇതിങ്ങനെ എൻട്രൻസ്, പിന്നെ അങ്ങോട്ടേക്ക് ഹൗത്ത് മാനോഫയ്ക്ക് വരുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആക്ച്വലി ഇതിൻ്റെ ശരിക്കും വ്യൂ അറിയണമെങ്കിൽ നമ്മൾ രാത്രി, നല്ല രാത്രി വരണം. പക്ഷേ ഇപ്പം സത്യം പറഞ്ഞാൽ ഇരുട്ടാവുന്ന ടൈമായി, പക്ഷേ ഇരുട്ട് അത്രയ്ക്ക് ആയിട്ടില്ല. പക്ഷെ എനിക്ക് നാളെ ഫ്ലൂവും കൂടെയാണ്, അതായത് എനിക്ക് 5 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അതുകൊണ്ട് ഞാൻ അധികം ടൈം ഇവിടെ ഇങ്ങനെ വേസ്റ്റ് ചെയ്യണില്ല. നമുക്കപ്പോൾ പോവാം. അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യാനൊന്നും തോന്നുന്നില്ല. ഇന്നെന്താണെന്നറിയില്ല, ജർമ്മനിയിൽ ലേറ്റായിട്ടാണ് ഇരുട്ടാവുന്നത്. എനിക്കറിയാൻ പാടില്ല. സാധാരണ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും 4 മണി 5 മണിയാകുമ്പോൾ നല്ല ഇരുട്ട് വരുന്നതാണ്. പക്ഷെ ഇന്നിവിടെ ഭയങ്കര ഇരുട്ട് കുറവാണ്. അതാണ് ഞാൻ വൈകുന്നേരം ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പക്ഷേ ഇരുട്ട് വന്നില്ല. നല്ല ഇരുട്ട് വന്നാലേ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് ജസ്റ്റ് ഒരു ക്രിസ്മസ് മാർക്കറ്റ് നമ്മൾ കണ്ടു. പക്ഷേ ആക്ച്വലി അതല്ല ശരിക്കും അതിൻ്റെ വ്യൂ. നല്ല ഭംഗിയിൽ കിട്ടും. അത് പക്ഷേ രാത്രി ആവണം, നല്ല രാത്രി ആയാലേ ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ ഒരു സൈഡിലേ പോയിട്ടുള്ളൂ. ഇങ്ങനത്തെ കുറേ കീഴിൽ ഇങ്ങനെ ചുറ്റി കിടക്കുന്ന ഒരു സിറ്റിയാണ്. ഓരോ ഭാഗങ്ങൾ ഓരോരോ സ്ഥലത്തായിട്ടാണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു സ്ഥലത്ത് ക്രിസ്മസ് മാർക്കറ്റിലാണ് പോയത്. ഇനിയും ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനത് എന്തായാലും നല്ലൊരു ഇരുട്ടായിട്ട് കുറച്ച് ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ പോകുമ്പോൾ കാണിച്ചു തരാം. അല്ലാണ്ട് ഒറ്റയ്ക്ക് പോകുമ്പോൾ എന്തോ ഒരു സുഖമില്ല. പിന്നെ രാത്രിയും കൂടെ ആവാത്തത് കൊണ്ട് ഭംഗി ഇല്ല കാണാനും. അപ്പം എൻ്റെ അനിയത്തിക്ക് ഇന്ന് ഹാമ്പറൊക്കെ കൊടുത്ത് അവൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ അവളുടെ പിറന്നാൾ നമ്മൾ കേക്കൊക്കെ മുറിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് പക്ഷേ 5-ാം തീയതിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം അവൾക്ക് 3-ാം തീയതി 5-ാം തീയതി, അതായത് ഇന്നും അടുത്ത 5-ാം തീയതിയും അവളുടെ ഫൈനൽ എക്സാമാണ്. അവൾ പഠിക്കുന്നത് ഡയാലിസിസ് ടെക്നോളജിയാണ്. BSc ഡയാലിസിസ് ടെക്നോളജി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് അവൾ പഠിക്കുന്നത്. അപ്പോൾ അവളുടെ ഫൈനൽ എക്സാമാണ് നടക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ പിറന്നാളിൻ്റെ ഇടയ്ക്ക് എക്സാമിൻ്റെ ഇടയ്ക്ക് പിറന്നാളിൻ്റെ ആഘോഷമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ചളാവൂലേ. അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നും സെലിബ്രേഷനൊന്നുമില്ല. പക്ഷേ പിറന്നാളിൻ്റെ അന്ന് ചെറിയ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഹാമ്പർ എത്തിച്ചത്. പിന്നെന്തായിരുന്നു, പിന്നെ ഇനിയിപ്പോൾ 5-ാം തീയതി അച്ഛയും അമ്മയും കൂടെ അവൾ തിരുവനന്തപുരത്ത് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറുതായിട്ടൊരു സെലിബ്രേഷൻ പോലെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലിപ്പൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ, കാണാൻ വേണ്ടിയിട്ട്. നാളെ എനിക്കിനി പിന്നെയും ഡ്യൂട്ടി തുടങ്ങുവാണ്. നാളെ എനിക്ക് ഫ്രീ ആണ്. അതായത് 6 മണിക്ക് തുടങ്ങിയിട്ട് പിന്നെ മാക്സിമം 2 മണി വരെ. അത് നമ്മൾക്കിപ്പോൾ ആംബുലാൻ്റെ ആയതുകൊണ്ട് നമ്മളെ ചിലപ്പോൾ നേരത്തെ വിടും. അങ്ങനെയാണ്. പിന്നെ നാളത്തെ കഴിഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം ലീവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ അടുപ്പിച്ച് കുറേ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഈ ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളിൽ വീഡിയോ ഇടലെന്ന് വെച്ചാൽ ഓക്കെ ആണെങ്കിൽ ഇടാം.
കുഴപ്പമൊന്നുമില്ല. പക്ഷേ നല്ല പണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മടുത്തു പോകും. അപ്പോൾ എനിക്കങ്ങനെ വീഡിയോ ഇടാൻ പറ്റത്തില്ല. പക്ഷേ എന്തായാലും ഇനി മുതൽ എനിക്കിപ്പോൾ ഒരു ലോങ് വീഡിയോ ഇടാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും ഇടാം. അപ്പോൾ ആ ഷോർട്ട് വീഡിയോയിൽ ഞാൻ കമൻറ്റായിട്ട് പിൻ ചെയ്തേക്കാം, ഇന്ന് ലോങ് വീഡിയോ ഇല്ല കേട്ടോ എന്ന് പിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ല. പക്ഷേ കുഴപ്പമില്ല, നമുക്കത് അടുത്ത സമയത്ത് ചെയ്യും. പിന്നെ ഇന്ന് ഞാൻ എൻ്റെ അനിയത്തിയുടെ പിറന്നാളിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ എന്തായിരുന്നു, വയനാട്ടിൽ പോയി. ഇത്രയും കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചിട്ടുള്ളൂ, വേറെ കാണിക്കാൻ മാത്രമൊന്നുമില്ല. നാളെ ഡ്യൂട്ടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ ടക്ക് 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 എല്ലാം കഴിഞ്ഞു. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് മാത്രമല്ല കുറേ പേർക്ക് ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട്. അതായത് ജർമ്മനിയിലെത്തി അപ്പോഴത്തേക്കും യൂട്യൂബ് ചാനൽ തുടങ്ങി, വീഡിയോസ് ചെയ്യുന്നു, എല്ലാം ഇങ്ങനെ ലോക്കൽ കണ്ടൻറ്റുകൾ തന്നെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ മെസ്സേജും കാര്യങ്ങളും. എനിക്ക് അത്ര വന്നിട്ടില്ല, ഞാൻ പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഇടുന്ന മെസ്സേജ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ എന്ന് പറയുന്നത് എനിക്ക് പുച്ഛഭാവമാണ്. കാരണം ഈ ക്യാമറയുടെയൊക്കെ മുന്നേ വന്ന് ഇങ്ങനെ സംസാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. നമ്മളാരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, നിങ്ങൾ ഇത് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ആരോടും ഇതാക്കണില്ല. പക്ഷെ നമ്മൾ കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്, നമ്മുടെ ഡെയിലി ലൈഫിൽ റൂട്ടീൻ ആവട്ടെ, അല്ലെങ്കിൽ വർക്കിൻ്റെ കാര്യമാവട്ടെ, എന്തെങ്കിലുമൊക്കെ. പിന്നെ ഇതൊരു ഹോബി പോലെ ചെയ്യുന്നൊരു കാര്യമല്ലേ, അതിന് ഇത്രയും നെഗറ്റീവായിട്ട് പറയേണ്ട കാര്യമില്ല. ചെയ്യുന്നവർ ചെയ്തോട്ടെ, ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ. ഇപ്പം നിങ്ങൾ പേഴ്സണലി വന്നിട്ട് നിങ്ങളുടെ ശാരീരികമായോ മാനസികമായിട്ടോ ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണാണ്, അല്ലെങ്കിൽ ടാബാണ്, ലാപ്പാണ്, നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. എനിക്കും ഇപ്പം അതാണ് നിങ്ങളോടും പറയാനുള്ളത്. സപ്പോസ് ഇപ്പോൾ കണ്ടൻറ്റ്സ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. അല്ല, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ചാനലാണ് ഇപ്പോൾ മോശമായിട്ട് വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഭിപ്രായങ്ങൾ അറിയിക്കാം. ഇന്നത് ചെയ്യൂ, ഇന്നത് ചെയ്തതൊന്ന് മാറ്റിപ്പിടിക്കും, അങ്ങനെയൊക്കെ പറയാം. അല്ലാണ്ട് ഇങ്ങനെ ടോട്ടലി ഇങ്ങനെ ആക്ഷേപിക്കരുത്. ഇതൊരു വലിയ ചീത്ത കാര്യം ചെയ്യുന്ന പോലെ ചെയ്യരുത്. പക്ഷെ ഇത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണെങ്കിൽ എല്ലാവരും ചെയ്തേനെ. ഈ ഒരു ക്യാമറയുടെ മുന്നിലൊക്കെ വന്ന് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുക, അതൊക്കെ ഒരു ടാലൻ്റ് അല്ലേ. അപ്പം നമ്മൾ അതിനെ അംഗീകരിക്കാം. എന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി ടാലൻ്റ് ഉള്ള ആളെന്നല്ല, പക്ഷെ ഒത്തിരി ടാലൻ്റ് ഉള്ള ആൾക്കാരുടെ വീഡിയോ, നന്നായിട്ട് നല്ല സൂപ്പറായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ അടിയിലും കമൻറ്റ് ബോക്സിൽ കാണുന്ന ഒരു ഇതാണ്, അവൾ പുറത്ത് പോയി അപ്പോഴത്തേക്ക് വീഡിയോ ചെയ്തു, അല്ലെ അവൻ പുറത്ത് വന്നു അപ്പോഴത്തേക്കും ചാനലും കൊണ്ട് നടക്കാൻ തുടങ്ങിയിരുന്നു. അത് അവരുടെ ഇഷ്ടമല്ലേ. അപ്പം അത് അവരുടെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ചെയ്യുന്നവരുടെ ഇഷ്ടമല്ല ഇതെന്ന്. പക്ഷെ എന്ന് കരുതി ഇങ്ങനത്തെ എന്ത് തോന്നിയ ദിവസം പറയാമെന്നാണോ എന്ന് കരുതി അതിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം എനിക്കിതെൻ്റെ അഭിപ്രായം അറിയിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ലോങ് വീഡിയോയിൽ, എന്തായാലും ഇത്ര വരെ കണ്ടു നിന്നവരായിരിക്കുമല്ലോ ഇതിനകത്ത് ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെയും കാണാം. അപ്പോൾ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. അതിന് മുന്നേ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അനിയത്തിയുടെ പിറന്നാളിൻ്റെ സെലിബ്രേഷൻ മീൻസ് ഇപ്പം ഞാൻ എൻ്റെ അനിയത്തിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ബന്ധുക്കാർ പോലും പറയുന്നൊരു കാര്യമാണ്, നോക്കിക്കോ, നാളെ അവളുണ്ടാവില്ല, അവൾ വേറെ പോകും, നിന്നിട്ടിട്ട് പൊക്കോളും, അല്ലെങ്കിൽ നിന്നെ മൈദാക്കൂല, നീ എന്തിനിങ്ങനെ ചെയ്യണേ എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയാറുണ്ട്. നിങ്ങളൊക്കെ അങ്ങനെ ഫേസ് ചെയ്യാറുണ്ടോ? മീൻസ് സിബ്ലിങ്സിന് എന്തെങ്കിലും ചെയ്യുന്നതിന് ഭയങ്കര നെഗറ്റീവ് കേൾക്കുന്നത്. അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഡൗൺ ആവുമൊന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ സിബ്ലിങ്സിനെ എങ്ങനെ സ്നേഹിക്കുന്നോ അങ്ങനെ തന്നെ സ്നേഹിക്കണം. കാരണം ഇപ്പം നമ്മുടെ പാരൻസ് നമ്മളെ വളർത്തുന്നില്ലേ, അവർ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. പക്ഷെ അവർക്കറിയാം ഒരു പോയിന്റ് എത്തുമ്പോൾ ഇവർ കല്യാണം കഴിക്കും, അവർക്ക് വേറൊരു ഫാമിലി ആകും, പിന്നെ അവർ നോക്കുമോ ഇല്ലയോ, മക്കള് പാരൻസിനെ തിരിച്ച് നോക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അവരുടെ ഭാഗ്യം പോലെ ഇരിക്കും. എന്ന് കരുതി അവർ ഈ കൊല്ലം മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ, ഇങ്ങനെ നീ വേറെ പോകുന്ന, അതുകൊണ്ട് എനിക്ക് നിന്നെ സ്നേഹിക്കേണ്ട ആവശ്യമില്ല, നീ വേറെ പോകുന്ന, അല്ലെങ്കിൽ നീ എന്നെ ഇട്ടിട്ട് പോകും, അതുകൊണ്ട് നിന്നെ ഞാൻ നോക്കുന്നില്ല എന്ന് കരുതി നമ്മുടെ പാരൻസ് അങ്ങനെ ചെയ്യണമല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലെ ഏത് റിലേഷൻഷിപ്പായിട്ട്, അത് ബ്ലഡ് റിലേഷൻ ആയാലും ഫ്രണ്ട്സ് ആയാലും എന്താണെങ്കിലും നമ്മൾക്ക് ഒന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവരെങ്ങനെ സ്നേഹിക്കാം.
ഉള്ള കാലം അത് നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നാളെ എന്താവും എന്ന് ഓർത്ത് ജീവിക്കണേക്കാളും നല്ലതാണ് ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കൂടുതലുള്ളവർ സ്നേഹിക്കാം. എനിക്ക് ഒരുപാട് വട്ടം ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു കാര്യം. അപ്പോൾ എനിക്കിത് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം കിട്ടിയത് കൊണ്ട് ഞാനിതിപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. നാളെ ഡെഫിനറ്റ്ലി ഞാൻ ഡ്യൂട്ടിക്ക് പോകും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വിശേഷം ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.